ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ് ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല എഴുതിയ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 95. ഖൗലുഹു അല്ലാഹുവിൻ്റെ വചനം വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, നിങ്ങൾ അവനെ കൂടാതെ, അതായത് അള്ളാഹുവിനെ കൂടാതെ പ്രാർത്ഥിച്ചു വരുന്നവർ, മാ യംലികൂന, അവ ഉടമപ്പെടുത്തുന്നില്ല, മിൻ ഖിത്മീർ, ഒരു ഖിത്മീർ പോലും, അതായത് ഒരു ഖിത്മീറിൽ നിന്ന് പോലും. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴക്കുരുവിൻ്റെ മുകളിലുള്ള പാട, അതുപോലും സ്വന്തമായി ഉടമപ്പെടുത്താത്തവരാണ് നിങ്ങൾ അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന വസ്തുക്കൾ. അതിൻ്റെ വിശദീകരണമായിട്ട് പറയണം ഇനി. ഖൗലുഹു സുബ്ഹാനഹു വതആല, അല്ലാഹു തആലയുടെ വചനം സുബ്ഹാനഹു വതആല, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, അവനെ കൂടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, അതായത് ഗൈർ അല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കൂടാതെ. വഹാദാ യശ്മലു കുല്ലമാ ഉബിദ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തും എല്ലാം ഇത് ഉൾപ്പെടും. ലിഅന്നൽ ഇസ്മൽ മൗസൂല മിൻ സിയാഇൽ ഉമൂമി, കാരണം ഇവിടെ അല്ലദീന എന്നുള്ള ഇസ്മുൽ മൗസൂൽ, അത് ജനറൽ, പൊതുവായിട്ട് സൂചിപ്പിക്കുന്ന സിയാകളിൽപ്പെട്ടതാണ്. ഫയഷ്മലു കുല്ലമാ ഉബിദ മിൻ ദൂനില്ലാഹി മിൻ ആദമിയ്യീന ഔ അഹ്ജാരിൻ ഔ അഷ്ജാരിൻ ഔ മലായികത്തിൻ ഔ ഗൈരി ദാലിക്. അപ്പോൾ അത് അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ, മനുഷ്യരാണെങ്കിലും കല്ലുകളാണെങ്കിലും അഷ്ജാർ മരങ്ങളാണെങ്കിലും മലക്കുകളാണെങ്കിലും അതല്ലാത്തതാണെങ്കിലും ഒക്കെ. വൽ ഖിത്മീർ, ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഹുവൽ ഗിശാഉർ റഖീഖുൽ ലദീ യകൂനു അലൻ നുവാത്തി, അതായത് നുവാത്ത് പറഞ്ഞാൽ ഈത്തപ്പനയുടെ കുരു, ഈത്തപ്പഴത്തിൻ്റെ കുരു, അതിൻ്റെ മുകളിലുള്ള ലോലമായിട്ടുള്ള കവറിങ്, ഒരു നൈസായിട്ടുള്ള ഒരു മെമ്പറൈൻ, അത് വഹുവ ഷൈഉൻ ഹഖീർ, അത് വളരെ നിസ്സാരമായ ഒരു സംഗതിയാണല്ലോ, അതുപോലും ഉടമപ്പെടുത്തുന്നില്ല എന്നതാണ്, അതുപോലും സ്വന്തമായിട്ടില്ലാത്തവരാണ് എന്നതാണ് ഈ ബിംബങ്ങൾ. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, പ്രാർത്ഥിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ ദുആ പ്രാർത്ഥന കേൾക്കുകയില്ല, വലൗ സമിഉ, ഇനി അവർ കേട്ടാൽ തന്നെ, മസ്തജാബു ലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. യുഷ്തറത്തു ഫിൽ മദൂവി സലാസത്തു ഷുറൂത്തിൻ, പ്രാർത്ഥിക്കപ്പെടുന്ന സംഗതിയിൽ, പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിയാവട്ടെ എന്താവട്ടെ, അതിൽ 3 കാര്യങ്ങൾ ഷർത്താക്കപ്പെടുന്നു. അല്ല, ഒരു ഒന്നാമത്തത് അൻ യകൂന മാലിക്കൻ ലിമാ യുത്ലബു മിൻഹു, ഈ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്ന് എന്താണോ തേടുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ഇതിൽ നിന്ന് എന്താണോ തേടുന്നത്, അതിന് ഉടമസ്ഥനായിരിക്കണം അയാൾ. അപ്പോൾ നമ്മളൊരു കാര്യം ഒരാൾ ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിൽ ഉടമസ്ഥാവകാശം വേണമല്ലോ, എന്നാലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് ഉടമസ്ഥാവകാശം ഇല്ലാത്തത് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അസാനി, രണ്ടാമത്തെ കാര്യം അയ്യകൂന യസ്മഉ ദാഇ, ഈ പ്രാർത്ഥിക്കുന്ന ആളുടെ പ്രാർത്ഥന അയാൾ കേൾക്കണം, അതാണ് രണ്ടാമത്തത്. അസാലിസ്, മൂന്നാമത്തത് അയ്യകൂന യഖ്ദിറു അലൽ ഇജാബത്തി, ഉത്തരം നൽകാൻ അയാൾക്ക് സാധിക്കണം. വഹാദിഹിൽ ഉമൂറു ലാ തത്തഫിഖു ഇല്ലാ ഫില്ലാഹി സുബ്ഹാനഹു വതആല, അപ്പോൾ ഈ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ അല്ലാതെ യോജിച്ചു വരുന്നില്ല ഈ 3 കാര്യം. അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിന് നമ്മളെന്ത് തേടുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. പ്രാർത്ഥന അവൻ കേൾക്കും, അതിന് ഉത്തരം നൽകാൻ അവൻ സാധിക്കും. ഫഇന്നഹു അൽ മാലികു അസ്സമീഉ അൽ ഖാദിറു അലൽ ഇജാബത്തി, അപ്പോൾ നിശ്ചയം അവൻ ഉടമസ്ഥനാണ്, അവൻ കേൾക്കുന്നവനാണ്, അവൻ ഉത്തരം നൽകാൻ സാധിക്കുന്നവനാണ്. അമ്മ ഹാദിഹിൽ മഅബൂദാത്ത് ഫഹിയ അവലൻ ഫഖീറ ലൈസ ലഹാ മിൽക്ക്, അപ്പോൾ ഈ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന സംഗതികൾ, അതിന് നബിമാരാ, മലക്കുകളോ, ജിന്നുകളോ, ശൈത്താന്മാരാ, പിന്നെ ഖബറുകളോ, ബിംബങ്ങളോ എന്താവട്ടെ, അവ ഫഖീറ, അവർ ഫഖീറ, അവർക്ക് സ്വയം നിലനിൽപ്പില്ല.
അവർ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. ലൈസലഹ മിൽക്കുൻ, അവർക്കെന്തില്ല, ഉടമസ്ഥാവകാശമില്ല. സാനിയൻ രണ്ടാമത്തത് ലാ തസ്മഉ മിൻ ദുആഇഹ എന്നായിരിക്കും. ലാ തസ്മഉ മൻ ദഅഹ, വാന്നുണ്ട് അവരാണ്. അവരെ വിളിച്ച് തേടിയവർ, പ്രാർത്ഥിച്ചവരെ അവർ കേൾക്കൂല. അപ്പോൾ സാലിസൻ മൂന്നാമത്തത് ലൗ സമിഅത് ഫഇന്നഹ ലാ തഖ്ദിറു അലൽ ഇജാബത്തി, ഇനി അവ കേട്ടാൽ തന്നെ അവർക്ക് ഉത്തരം നൽകാനും സാധിക്കൂല. ഫഫി ഖൗലിഹി തആല, അപ്പോൾ അള്ളാഹുവിൻ്റെ വചനത്തിൽ മാ യംലികൂന മിൻ ഖിത്മീർ, അവർ ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് ഇൻതഫ ഷർത്തുൽ അവ്വൽ, ഒന്നാമത്തെ ഷർത്ത് ഇല്ല എന്ന് മനസ്സിലായി. അള്ളാഹു അല്ലാതെ പ്രാർത്ഥിക്കപ്പെടുന്നവർക്ക് ഈ ഒന്നാമത്തെ നിബന്ധന ഇല്ല. വഫി ഖൗലിഹി, അള്ളാഹുവിൻ്റെ വചനം, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കൂല എന്ന് പറഞ്ഞു. ഇൻതഫ ഷർത്തു സാനി, അപ്പോൾ രണ്ടാമത്തെ ഷർത്തും ഇല്ലാതായി, കേൾക്കൂലല്ലോ. വഫി ഖൗലിഹി, അള്ളാഹുവിൻ്റെ വചനത്തിൽ, വലൗ സമിഉ മസ്തജാബു ലക്കും, അവർ കേട്ടാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകൂല, പ്രാർത്ഥനയ്ക്ക് ദുആക്ക് ഉത്തരം നൽകൂല എന്ന് പറഞ്ഞു. ഇൻതഫ ഷർത്തു സാലിസ്, അപ്പം മൂന്നാമത്തെ ഷർത്തും ഇല്ലാതായി. ഇതൻ ബത്തല ദുആഉഹ, അപ്പോൾ അവരോടുള്ള പ്രാർത്ഥന, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന ബാത്തിലായി. തുമ്മ ഖാല സുബ്ഹാനഹു വതആല, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ ഷിർക്ക് സംബന്ധിച്ച് അവർ ഖിയാമത്ത് നാളിൽ അത് നിഷേധിക്കും. ഇദാ ജാഅ യൗമുൽ ഖിയാമ യതബറഊന മിൻകും, അതായത് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവർ അവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ആരോടാണോ അവർ പ്രാർത്ഥിച്ചത് അവർ നിങ്ങളിൽ നിന്ന് ഒഴിവാകും. വകുല്ലുൽ മഅബൂദാത്തി മിൻ ദൂനില്ലാഹി തതബറഉ മിമ്മാ അബദഹ യൗമൽ ഖിയാമ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെട്ടവരൊക്കെ ഖിയാമത്ത് നാളിൽ അവരെ ആരാധിച്ചവരിൽ നിന്ന് ഒഴിവാകും. ഹത്ത ഷൈത്താൻ യതബറഉ, ഷൈത്താൻ വരെ ഒഴിവാകും, അവൻ വരെ കൈയൊഴിയും. വഖാല ഷൈത്വാനു, അള്ളാഹു പറയാണ്, വഖാല ഷൈത്വാനു ലമ്മാ ഖുദിയൽ അംർ ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ് വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമൂ അൻഫുസകും മാ അന ബിമുസ്രിഹിക്കും. വഖാല ഷൈത്വാൻ, ഷൈത്താൻ ഖിയാമത്ത് നാളിൽ പറയുന്ന സംഗതിയാണ്. ഷൈത്താൻ പറയും, ലമ്മാ ഖുദിയൽ അംർ, കാര്യം വിധിക്കപ്പെടുമ്പോൾ, തീരുമാനമാക്കപ്പെടുമ്പോൾ, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, അപ്പോൾ ഷൈത്താൻ പറയും, ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, വഅദകും വഅദൽ ഹഖ്, സത്യമായ വാഗ്ദാനം നിങ്ങൾക്ക് നൽകി. വഅദ്തുകും, ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. ഫഅഖ്ലഫ്തുകും, ഞാനത് ലംഘിച്ചു. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളിൽ ഒരു സുൽത്താനിയത്തും ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅഉതുകും, ഞാൻ നിങ്ങളെ ക്ഷണിച്ചു എന്നതല്ലാതെ, ഈ വലാരത്തിലേക്ക് ഷിർക്കിലേക്ക് ക്ഷണിച്ചു എന്നതല്ലാതെ. ഫസ്തജബ്തും ലീ, അപ്പോൾ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഫലാ തലൂമൂനി, അതിനാൽ നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട. വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നഫ്സുകളെ തന്നെ ആക്ഷേപിച്ചാൽ മതി. മാ അന ബിമുസ്രിഹിക്കും എന്ന് പറഞ്ഞാൽ മാ അന ബിമുഈസിക്കും, ഞാൻ നിങ്ങളെ സഹായിക്കുന്നവനല്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാനൊന്നും പറ്റൂല. സ്വരീഹു അൽ മുഗീസാണ് സ്വരീഖ് എന്ന് പറഞ്ഞാൽ, സ്വരീഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഞാൻ ഉദ്ദേശിക്കുന്നത് ലാ അഖ്ദിറു അലാ ഇഗാസത്തിക്കും, നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. വമാ അൻതും ബിമുസ്രിഖിയ്യ, എന്നെ നിങ്ങളും സഹായിക്കുന്നവരല്ല. അൻതും ലാ തഖ്ദിറൂന അലാ ഇഗാസത്തി, എന്നെ സഹായിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. ഖൗലിഹി സുബ്ഹാനഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വചനം പോലെ, ത്വാലിബു വൽ മത്ലൂബ്, ത്വാലിബ് തേടുന്നവനും മത്ലൂബ് തേടപ്പെടുന്നവനും, ആരോടാണ് തേടുന്നത്? അവരും രണ്ടു കൂട്ടരും ദുർബലരായി. വകദാലികൽ മലായികത്തു, അപ്രകാരം തന്നെ മലക്കുകളും യതബറഊന മിമ്മൻ അബദഹും, അവരെ ഇബാദത്ത് ചെയ്തവരിൽ നിന്ന് അവർ ഒഴിവായി നിൽക്കും. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ويوم يحشرهم جميعا ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون قالوا سبحانك أنت ولينا من دونهم
ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന അക്സറുഹും ബിഹിം മുഅ്മിനൂൻ വയൗമ യഹ്ശുറുഹും ജമീഅ അവരെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറ സന്ദർഭത്തിൽ ആ ദിവസത്തിൽ സുമ്മ യഖൂലു ലിൽ മലായികത്തി പിന്നെ മലക്കുകളോട് അവൻ പറയും അഹൗലാഇ ഇയ്യാകും കാനൂ യഅ്ബുദൂൻ നിങ്ങളെയാണോ ഈ കൂട്ടർ ഇബാദത്ത് ചെയ്തിരുന്നത് മുശ്രിക്കുകൾ ഖാലു അപ്പോൾ മലക്കുകൾ പറയും സുബ്ഹാനക നീ പരിശുദ്ധനാണ് അൻത വലിയുനാ നീയാണ് ഞങ്ങളുടെ വലിയ രക്ഷാധികാരി മിൻ ദൂനിഹിം അവരെ കൂടാതെ അവരല്ല ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന പക്ഷെ അവർ ജിന്നുകളെയാണ് ഇബാദത്ത് ചെയ്തിരുന്നത് അക്സറുഹും ബിഹിം മുഅ്മിനൂൻ അവരിൽ അധിക പേരും അവരെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു ജിന്നുകളിൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ ജിന്നുകൾ സഹായിക്കും എന്നുള്ള വിശ്വാസം ജിന്നുകളോട് സഹായം തേടാം ജിന്നുകളെ ഇബാദത്ത് ചെയ്യാം എന്ന വിശ്വാസം ഇനി ഉദ്ദേശിക്കുന്ന യഅ്ബുദൂന ശയാത്വീന അവർ ശൈത്താന്മാരെ ഇബാദത്ത് ചെയ്തിരുന്നു അല്ലത്തി ദഅതുഹും ഇലാ ഹാദാ ഇതിലേക്ക് അവരെ ക്ഷണിച്ച അപ്പോൾ അള്ളാഹു അല്ലാത്ത എന്തിനെ ഇബാദത്ത് ചെയ്താലും അത് മലക്കുകളെയാണെങ്കിലും നബിമാരെയാണെങ്കിലും ഔലിയാക്കളെയാണെങ്കിലും ബിംബങ്ങളെയാണെങ്കിലും ഒക്കെ അത് യഥാർത്ഥത്തിൽ എന്താണ് ഷെയ്ത്താന്മാരെ ഇബാദത്ത് ചെയ്യുന്ന തുല്യമാണ് കാരണം എന്താ ഷെയ്ത്താനാണ് അവരതിലേക്ക് ക്ഷണിച്ചത് അല്ല മലക്കുകൾ ക്ഷണിക്കൂലല്ലോ നബിമാർ ക്ഷണിക്കൂലല്ലോ അപ്പോൾ അത് ഷെയ്ത്താനിയത്താണ് അത് ഷെയ്ത്താനാണ് അവർക്കാണ് തോന്നിച്ചു കൊടുക്കുന്നത് ഒക്കെ അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഷെയ്ത്താനെ ഇബാദത്ത് ചെയ്യുക അമ്മ നഹ്നു ബറാഉ മിൻഹും ഞങ്ങളാകട്ടെ അതായത് മലക്കുകൾ അവരിൽ നിന്ന് ഒഴിവാണ് വഹാഷ വകല്ല അൻ തർദ മലായികത്തുർ റഹ്മാനി ബി അൻ തുഅബദ മിൻ ദൂനില്ലാ അല്ലാഹു അല്ലാത്തവർ ഇബാദത്ത് ചെയ്യപ്പെടുക എന്നത് അർ-റഹ്മാൻ്റെ മലായികത്ത് അവരിഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലല്ലോ ഫളൻ അൻ തദുഉ ഇലാ ദാലിക് അതിലേക്ക് അവർ ക്ഷണിക്കുക എന്നുള്ളത് പോട്ടെ അത് പോയിട്ട് അവർക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇന്നമാ ഹാദാ മിൻ അമലി ഷൈത്വാൻ ഇത് ഷെയ്ത്താൻ്റെ പ്രവൃത്തിയിൽപ്പെട്ടതാണ് ശിർക്ക് അള്ളാഹു അല്ലാത്തവരോട് ഇബാദത്ത് ചെയ്യുക അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക അവരോട് ദുആ ചെയ്യുക എന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സബീന കിതാബിലൊക്കെ കാണാം ഉമ്മു സുബിയാൻ മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ് എന്താ അജിബിയ ജബ്രായിലിയ മീക്കായിലിയ ലുഹായിലിയ തങ്കായിലിയ ഇസ്രാഫിൽ അങ്ങനെ എന്തൊക്കെ കാണാം കാരണം ജിബ്രീൽ മീക്കായിൽ ഇസ്രാഫീൽ മലക്കുകളെ വിളിച്ചിട്ട് തേടുക മലക്കുകളെ ഉത്തരം നൽകുമെന്ന് മുസ്ലിം സമൂഹമാണ് ചെയ്യുന്നത് പലരും അതേപോലെ ജിന്നുകളോട് തേടുക ജിന്നുകളോട് സഹായം തേടുക ജിന്ന് സേവ ഇതൊക്കെ ഷിർക്കാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ് ഖുർആനിൽ നിന്ന് നസ്സായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് വഈസ അലൈഹിസ്സലാം യഖൂൽ അല്ലാഹു ലഹു യൗമൽ ഖിയാമ ഈസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസ അലൈഹിസ്സലാമിന്റെ ഖിയാമ നാളിൽ പറയും وإذ قال الله يا عيسى ابن مريم أأنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق وإذ قال الله പറയുന്ന സന്ദർഭം യാ ഈസ ഇബ്ന മറിയം ഓ ഈസ ഇബ്ന മറിയം മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം അഅന്ത ഖുൽത ലിന്നാസി നീയാണോ ജനങ്ങളോട് പറഞ്ഞത് ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി എന്നെയും എൻ്റെ ഉമ്മയെയും എൻ്റെ പിതാവ് മറിയം അലൈഹിസ്സലാം അവരെയും നിങ്ങൾ രണ്ട് ഇലാഹുകളായി സ്വീകരിച്ചോളൂ എന്ന് മിൻ ദൂനില്ല അള്ളാഹുവിനെ കൂടാതെ ഖാല അപ്പോൾ ഈസ അലൈഹിസ്സലാം പറയും സുബ്ഹാനക് നീ പരിശുദ്ധനാണ് അള്ളാഹുവേ മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖിൻ എനിക്ക് ഹക്കില്ലാത്ത എനിക്ക് അർഹതയില്ലാത്ത അവകാശമില്ലാത്ത ഒരു കാര്യം ഞാൻ പറയുകയോ അങ്ങനെ ചെയ്യില്ല ഇൻ കുന്തു ഖുൽതുഹു ഫഖദ് അലിംത ഞാനെങ്ങാണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് നീ അറിയുമായിരുന്നല്ലോ തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് എൻ്റെ നഫ്സിലുള്ളത് നീ അറിയും നിൻ്റെ നഫ്സിലുള്ളത് ഞാൻ അറിയുകയില്ല ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ് നിശ്ചയം നീ എല്ലാ ഗൈബുകളും ഏറ്റവും നന്നായി അറിയുന്നവനാകുന്നല്ലോ അള്ളാഹുവിനെ അറിയാം ഈസാ അലൈഹിസ്സലാമിനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് പക്ഷേ അവിടെ അത് വെളിപ്പെടുത്തുക എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത ആയത്തിൽ കാണാം മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും
وكنت عليهم شهيدا ما دمت فيهم فلما توفيتني كنت أنت الرقيب عليهم وأنت على كل شيء شهيد. ما قلت لهم ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല ഇല്ലാമ അമർത്തനി നീ എന്നോട് കൽപ്പിച്ചതല്ലാതെ അനിഅബ്ദുല്ലാഹ അല്ലാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണമെന്ന് റബ്ബി വറബ്ബക്കും നിങ്ങളുടെയും എൻ്റെയും റബ്ബായ വകുന്തു അലൈഹിം ഷഹീദ ഞാൻ അവർക്കുമേൽ സാക്ഷിയായിരുന്നു മാദുംതു ഫീഹിം ഞാൻ അവരുടെ കൂട്ടത്തിലായിരുന്നപ്പോഴൊക്കെ ആ കാലയളവിൽ ഫലമ്മാ തവഫൈതനി അങ്ങനെ നീ എന്നെ പൂർണ്ണമായിട്ടെടുത്തപ്പോൾ അതായത് ആകാശത്തേക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഉയർത്തിയല്ലോ ഉടലോടെ അപ്പോൾ കുന്ത അന്തർ റഖീബ് അലൈഹിം പിന്നെ നീയാണ് അവരിൽ റഖീബായിട്ട് അവരെ നിരീക്ഷിക്കുന്നവനായിട്ടുണ്ടായിരുന്നത്. അള്ളാഹു അല്ലെങ്കിലും നിരീക്ഷിക്കും, പക്ഷേ ആ സമയത്ത് പിന്നെ ഇപ്പോൾ ഈസാ അലൈഹി സ്വലാം ഇവിടെ നിരീക്ഷിക്കുന്നില്ലല്ലോ തീരെ. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ് നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാണല്ലോ എന്ന് ഈസാ അലൈഹി സ്വലാം പറയും എന്നതാണ്. അപ്പോൾ മലക്കുകൾ കൈയൊഴിയും. മലക്കുകൾ പറയും ഞങ്ങൾ അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈസാ അലൈഹി സ്വലാം പറയും പറഞ്ഞിട്ടില്ല എന്ന്. ഇബ്ലീസ് വരെ ഒഴിഞ്ഞു മാറും. ഇനി വകദാലിക സായിറുൽ മഅബൂദാത്ത് അപ്രകാരം തന്നെ ബാക്കി ആരാധിക്കപ്പെടുന്ന എല്ലാവരും. ഇത് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഇത് തബറഅ അല്ലദീന തുബിഉ പിന്തുടരപ്പെട്ടവർ ഒഴിവാകുന്ന സന്ദർഭം, അതായത് നേതാക്കന്മാർ അവരെയല്ല പിന്തുടരുന്നത്. മിനല്ലദീന തബഉ പിന്തുടർന്നവരിൽ നിന്ന്, അതായത് ഫോളോവേഴ്സ് അനുയായികളിൽ നിന്ന്. വറഅൽ അദാബ് അവർ ശിക്ഷ കാണുമ്പോൾ. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് അവർക്കിടയിൽ കാരണങ്ങൾ ഒക്കെ മുറിഞ്ഞു പോയിരിക്കുന്നു. അവർക്കിടയിൽ പരസ്പര ബന്ധമൊന്നുമില്ല. അപ്പോൾ നേതാക്കൾ അനുയായികളിൽ നിന്നും അനുയായികൾ നേതാക്കളിൽ നിന്നൊക്കെ ഒഴിവാണ്. നേതാക്കൾ അവിടെ രക്ഷിക്കില്ല. അതേപോലെ അവരാരാധ്യരായി കണ്ടിരുന്ന ആളുകളൊന്നും അവിടെ രക്ഷക്കുണ്ടാവില്ല, അവരൊക്കെ ഒഴിഞ്ഞു മാറും. വഖാലല്ലദീന തബഉ അപ്പോൾ പിന്തുടർന്നവർ പറയും ലൗ അന്നലന ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ തമന്നവും അവരാഗ്രഹിക്കുക. തമന്നി പറഞ്ഞാൽ എന്താണ്? വെറും ഒരു ആഗ്രഹമല്ല, ഒരിക്കലും നടക്കാത്ത ആഗ്രഹത്തിന് ആ തമന്നി അറിയാം. ലൈത്ത ലൈത്ത ഹർഫ് തമന്നി എന്ന് പറയും, തമന്നിയുടെ ഹർഫാണ്. അലാ ലൈത ശബാബ യഊദു യൗമ ഷബാബ് യുവത്വം ഒരിക്കൽ തിരിച്ചു വന്നിരുന്നെങ്കിൽ. അങ്ങനെ സംഗതി വരില്ലല്ലോ തിരിച്ച്. അപ്പോൾ അവർ നടക്കാത്ത കാര്യം കൊതിക്കുകയാണ്. കറത്തൻ ഒരിക്കലങ്ങാണ്ട് ഒരിക്കൽ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് റുജൂഅൻ ഇല ദുനിയാവിലേക്കൊരു മടക്കം. അതൊരിക്കലും സാധ്യമല്ല. ഫനതബറഅ മിൻഹും അപ്പോൾ ഞങ്ങളും ഒഴിഞ്ഞു മാറുമായിരുന്നു എന്ന് അനുയായികൾ പറയാം. നതബറഅ മിൻ ഹാദിഹിൽ അസ്നാമിൽ മഅബൂദാത്ത് ഈ ബിംബങ്ങളിൽ നിന്നും ആരാധ്യ വസ്തുക്കളിൽ നിന്നൊക്കെ ഞങ്ങൾ ഒഴിഞ്ഞു മാറുമായിരുന്നു. കമാ തബറഉ മിന്ന അവർ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതുപോലെ. ലാക്കിൻ ഐന പക്ഷേ ഇവിടെ കദാലിക യുരീഹിമുല്ലാഹു അഅ്മാലഹും ഹസ്റാത്തിൻ അപ്രകാരം അവരുടെ അമലുകൾ കർമ്മങ്ങൾ അവർക്ക് നഷ്ടങ്ങളായി ദുഃഖങ്ങളായി അള്ളാഹു അവൻ കാണിച്ചു കൊടുക്കും അലൈഹിം അവർക്ക് മേൽ. വമാഹും ബിഖാരിജീന മിനന്നാർ അവർ നരകത്തിൽ നിന്ന് പുറപ്പെടുന്നവരല്ല, അവിടെ ശാശ്വതവാസികളായിരിക്കും. ഷിർക്ക് ചെയ്ത ആൾക്കാർ, ഷിർക്ക് ചെയ്ത ഷിർക്കിലായിട്ട് മരിച്ച ആൾക്കാർ. നഊദു ബില്ലാഹ് അള്ളാഹുവിൽ ശരണം നമ്മൾ അള്ളാഹുവോട് കാവൽ തേടുന്നു. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്തി വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. വമൻ അദല്ലു ഏറെ വഴികേടിലായവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് അള്ളാഹുവിനെ കൂടാതെ ദുആ ചെയ്യുന്നവർ, അള്ളാഹുവിനോടല്ല ദുആ ചെയ്യുന്നവർ. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം നൽകാത്തവർ. വഹും അവരാകട്ടെ അൻ ദുആഇഹിം അവരുടെ പ്രാർത്ഥന സംബന്ധിച്ച് ഗാഫിലൂൻ ശ്രദ്ധരാണ്, അവർക്കൊക്കെ അറിയാനൊന്നും ചെയ്യുന്നില്ല. ലാ യസ്മഊന ദുആഅഹും ഫി ദുനിയാ ദുനിയാവിൽ അവർ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല. വഇദാ ഹുശിറൻ നാസു കാനൂ ലഹും അഅദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. വഇദാ ഹുശിറൻ നാസു ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ മഹ്ശറയിൽ കാനൂ അവരാകും അല്ലാഹു അല്ലാതെ
അള്ളാഹുവിനോടല്ലാതെ അവർ പ്രാർത്ഥിച്ചിരുന്ന അതാരൊക്കെയാണോ ആ പ്രാർത്ഥിക്കപ്പെട്ടവർ അദാ എന്നവർക്ക് ശത്രുക്കളാകും. കാനൂബി ഇബാദത്തിഹിം കാഫിരീൻ, അവരുടെ ഇബാദത്ത് അവർ നിഷേധിക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും അവർ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. ഹാദാ ഖബറും മിനല്ലാഹി സുബ്ഹാനഹു വതആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വൃത്താന്തമാണ്. അൻ മസീരി ഹഉലാഇൽ മുശ്രിക്കീന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഈ മുശ്രിക്കുകളുടെ അവസ്ഥ, അവരുടെ റുജൂ, അവരുടെ മടക്കം, മസീർ. യുഖ്ബിറുഹും, അവരോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുക, ബിമാ യകൂനു ഇലൈഹിൽ അംറു യൗമൽ ഖിയാമ മിൻ അജ്ലി അൻ യതൂബു ഇലല്ലാഹി സുബ്ഹാനഹു വതആല, ഖിയാമത്ത് നാളിൽ അവരുടെ അവസ്ഥ, കാര്യം എന്താകുമെന്ന്. എന്തിനു വേണ്ടിയിട്ട് അത് പറഞ്ഞിരുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗബ ചെയ്ത് മടക്കാൻ വേണ്ടിയിട്ട്. വഹദാ റഹ്മത്തും മിൻഹു ബിഇബാദി, ഇത് അള്ളാഹു അവൻ്റെ ദാസന്മാർക്ക് നൽകുന്ന റഹ്മത്ത്, കാരുണ്യമാണ്. വലിഹാദാ ഖാൽ, ഇക്കാരണത്താലാണ് അള്ളാഹു പറഞ്ഞത് വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഖബീറിനെ പോലെ, സൂക്ഷ്മജ്ഞാനിയെ പോലെ, അതായത് അള്ളാഹുവിനെ പോലെ നിനക്ക് വിവരം നൽകുന്ന ആരുമില്ല. ലാ യുനബ്ബിഉക വയുഖ്ബിറുക അനിൽ അഷ്യാഇ മിസ്ല ഖബീരിൻ ബിഹാ, സൂക്ഷ്മജ്ഞാനി അതേ സംബന്ധിച്ച് അറിവുള്ളതുപോലെ കാര്യങ്ങളെ സംബന്ധിച്ച് താങ്കൾക്ക് വൃത്താന്തം അറിയിക്കുന്ന ആരുമില്ല. വഹു അല്ലാഹു സുബ്ഹാനഹു വതആല, അത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഖബീർ. ഹുവല്ലദീ യഅലമുൽ അഷ്യാഅ വൽ അവാഖിബ, കാര്യങ്ങളെയും അതിൻ്റെ അനന്തരഫലങ്ങളെയും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. വയഅലമുൽ മആല വൽ മസീർ, അതിൻ്റെ മടക്കം, എല്ലാത്തിൻ്റെയും റിട്ടേൺ, അനന്തരഫലം എല്ലാം അറിയുന്ന അവനാണ്. വഹു യുഖ്ബിറുക്കും, അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നു. അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ബി അൻ മൻ അബദ ഗൈറല്ലാഹി ഫഇന്നഹു സയതബറഉ മിൻഹു യൗമൽ ഖിയാമ, അള്ളാഹുവിനെ അല്ലാതെ ഇബാദത്ത് ചെയ്തവൻ, അവനിൽ നിന്ന് അള്ളാഹു ആരാധിക്കപ്പെട്ടവർ ആരാകട്ടെ അവർ ഖിയാമത്ത് നാളിൽ ഒഴിഞ്ഞു മാറും. ഫഖുദൂ ഹിദ്റക്കും, അതിനാൽ നിങ്ങൾ സൂക്ഷിച്ചോളി, നിങ്ങളുടെ കാര്യം നോക്കിക്കോളി. വഹാദാ റഹ്മത്തും മിനല്ലാഹി സുബ്ഹാനഹു വതആല, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള റഹ്മത്താണ്. വഅഖ്ബറ, അവൻ അറിയിച്ചിരിക്കുന്നു, വൃത്താന്തം അറിയിച്ചിരിക്കുന്നു, അന്നഹു ലാ യുനബ്ബിഉക ബിൽ ഉമൂരി വഅവാകിബിഹാ വനതായിജിഹാ വസമറാത്തിഹാ ഇല്ലൽ ഖബീർ ബിൽ ഉമൂർ, അതായത് കാര്യങ്ങളെ സംബന്ധിച്ച് ഖബീറായവൻ, സൂക്ഷ്മജ്ഞാനിയായവനല്ലാതെ നിങ്ങൾക്ക് കാര്യങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ അവാഖിബ്, അനന്തര ഫലങ്ങൾ, കോൺസിക്വൻസസ്, അതിൻ്റെ നതായിജിൻ്റെ റിസൾട്ട്സ്, അതിൻ്റെ സമറാത്ത്, ഫ്രൂട്ട്സ്, ഫലങ്ങൾ, ഇത് സംബന്ധിച്ച് അറിയിക്കുന്ന ആരുമില്ല. ഫഇന്നഹു ലാ യസ്തതിഉ അൻ യുഖ്ബിറക അൻ ഷൈഇൻ വലു, അപ്പോൾ അമ്മൽ ജാഹിലു, അപ്പോൾ ജാഹിൽ, ഇത് അറിയാത്തവൻ, ഫഇന്നഹു ലാ യസ്തതിഉ അൻ യുഖ്ബിറക അൻ ഷൈ, ഒരു കാര്യത്തിനെ പറ്റിയും നിനക്ക് വിവരം അറിയിച്ചു തരാനില്ല, കഴിയുകയില്ല. വലോ അഖ്ബറക, ഇനി ആരെങ്കിലും അങ്ങനെ അറിയിച്ചു തന്നാൽ, ജാഹിൽ അറിയിച്ചു തന്നാൽ എന്തായിരിക്കും? ഫഇന്ന ഖബറഹു യകൂനു ഗൈറു സഹീഹ്, അവൻ്റെ വൃത്താന്തം, അവൻ അറിയിച്ചു തന്ന കാര്യം അത് സ്വഹീഹാവണമെന്നില്ല, സ്വഹീഹാവൂല. അമ്മല്ലാഹു ജല്ല വഅല ഇദാ അഖ്ബറ ബി ഖബരിൻ, എന്നാൽ അല്ലാഹു ജല്ല വഅല അവൻ ഒരു കാര്യം അറിയിച്ചാൽ ഫഇന്നഹു യകൂനു വാഖിഅൻ ലാ ബുദ്ദ മിൻഹു, അത് സംഭവിക്കും, അത് അനിവാര്യമാണ്, ലാ ബുദ്ദ മിൻഹു, അത് അനിവാര്യമാണ്, നിർബന്ധമാണ് സംഭവിക്കൽ. കദാലിക റുസുലുഹു, അപ്രകാരം തന്നെ മുർസലീങ്ങൾ അറിയിച്ചാലും, ലിഅന്നഹും യുഖ്ബിറൂന അനില്ലാഹി സുബ്ഹാനഹു വതആല, കാരണം മുർസലീങ്ങൾ അള്ളാഹുവിൽ നിന്നാണ് അറിയിക്കുന്നത്, അള്ളാഹുവിൻ്റെ വഹ്യ പ്രകാരമാണ്, അപ്പോൾ തെറ്റിപ്പോകില്ല. അമ്മാ ഹഉലാഇൽ മുശഅവ്വിദൂന വസ്സൂഫിയ വൽ മുഹർരിഫൂന അല്ലദീന യദഊന الناس ഇലാ ഇബാദത്തിൽ അദ്രിഹത്തി വൽ മഖാമാത്തി യഖൂലൂൻ, അപ്പോൾ ഈ കപടവാദികൾ, സൂഫികൾ, ഖുറാഫത്തിൻ്റെ ആൾക്കാർ, ഖുറാഫികൾ, അവർ ജനങ്ങളെ അദ്രിഹത്തുകളിലേക്ക്, ദർഗകളിലേക്ക്, മഖാമുകളിലേക്ക് ക്ഷണിക്കുന്നു. യഖൂലൂൻ, അവർ പറയാണ്, ഹാദാ ഫീഹി ബറക ഫിഹാ, അതിന് ബറക്കത്തുണ്ട്, ഇതിന് ബറക്കത്തുണ്ട്, അതിന് ബറക്കത്തുണ്ട്. ഹഉലാഇ കദിബ്, ഇതൊക്കെ കളവാണ്. ഫലാ തുസദ്ദിഖൂഹും, അവരെ നിങ്ങൾ സത്യപ്പെടുത്തരുത്.